ചാനൽ ക്ലാസ് 5 ആൽഫ ട്യൂട്ടർ. നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ക്ലാസ് 10 ഹിസ്റ്ററിയിലെ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ്. സോ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, അപ്പൊ കണ്ടിട്ട് വന്നിട്ട് സെക്കൻഡ് പാർട്ട് കാണുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാകാൻ പറ്റുന്നുണ്ട്. സോ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അബൌട്ട് ദി ഐഡിയ ഓഫ് ദി നേഷൻ എന്ന് പറയുന്ന പോയിന്റിലാണ്. സോ അബൌട്ട് ദി ഐഡിയ ഓഫ് നേഷൻ. സോ ഐഡിയ ഓഫ് നേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ അബൌട്ട് ഹൗ വാട്ട് ഡിഫറൻസ് ഫ്രഞ്ച് റെവല്യൂഷൻ മെയ്ഡ് ഇൻ ഫ്രാൻസ് എന്നതിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫ്രാൻസിൽ പയ്യെ ഫ്രഞ്ച് റെവല്യൂഷൻസിന്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നടക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് ആൾക്കാർക്ക് വന്നിട്ട് ദ മെയിൻ എയിം ഓഫ് ദ റെവല്യൂഷണറീസ്, അതായത് നമുക്ക് അവിടെ ഒരുപാട് റെവല്യൂഷണറീസ് ഉണ്ടായിരുന്നു. ആ റെവല്യൂഷണറീസിന്റെ ഒക്കെ ഒരു മെയിൻ എയിം, റെവല്യൂഷണറീസിന്റെ ഒക്കെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് എന്തായിരുന്നു? അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ ഡെസ്പോട്ടിസത്തിൽ നിന്നും ലിബറേറ്റ് ചെയ്യുക എന്നതാണ്. യൂറോപ്പിലെ ആൾക്കാരെ എല്ലാം ഡെസ്പോട്ടിസത്തിൽ നിന്നും ലിബറേറ്റ് ചെയ്യുക. സോ വാട്ട് ഇസ് ഡെസ്പോട്ടിസം? ഡെസ്പോട്ടിസം വേറൊന്നുമല്ല, അബ്സല്യൂട്ട് റൂൾ എന്നായിരിക്കും അർത്ഥം. അതായത് അവിടെ ആക്ച്വലി ഒരു മൊണാർക്കി പോലെ ഒരാൾ കാണുന്നുണ്ടാകും. സോ ഈ മൊണാർക്കിയിലുള്ള ആളായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, അവിടെ പീപ്പിളിന്റെ സകലമാന കാര്യങ്ങൾ നിൽക്കുന്നുണ്ടാവുക. പീപ്പിൾക്ക് എന്ത് കാണുന്നില്ല, റൈറ്റ് ഓഫ് ഫ്രീഡം അവിടെ കാണുന്നുണ്ടാവില്ല. സോ ആ ഒരു അബ്സല്യൂട്ട് റൂളിൽ നിന്നും ആ ഒരു പീപ്പിളിനെ ലിബറേറ്റ് ചെയ്യുക എന്നതായിരുന്നു ആ റെവല്യൂഷണറീസിന്റെ മെയിൻ എയിം എന്ന് പറയുന്നുണ്ടാവുക. മാത്രമല്ല ഫ്രാൻസിൽ ആ സമയത്ത് ഫ്രഞ്ച് റവല്യൂഷന്റെ ഭാഗമായിട്ട് ഒരുപാടധികം കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. സോ ഈ നടന്ന കാര്യങ്ങൾ ഫ്രാൻസിൽ മാത്രമല്ല, യൂറോപ്പിന്റെ പല പ്ലേസസ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സിറ്റീസിൽ എത്തിയാൽ തുടങ്ങി ഫ്രാൻസ് നടന്ന ഈ കാര്യങ്ങളൊക്കെ പയ്യെ അറിയാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് അവിടെ മിഡിൽ ക്ലാസ്സസിൽ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾസ് ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ മിഡിൽ ക്ലാസ്സിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, പയ്യെ അവിടെ ജക്കോബിൻ ക്ലബിലേക്ക് മാറാൻ തുടങ്ങി. മനസ്സിലായല്ലോ? അപ്പൊ ജക്കോബിൻ ക്ലബിലോട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ആൾക്കാർ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ജക്കോബിൻ ക്ലബ്ബ് പയ്യെ എക്സ്റ്റാബ്ലിഷ് ആവാനായിട്ട് തുടങ്ങി. അങ്ങനെ ജക്കോബിൻ ക്ലബിന്റെ എക്സ്റ്റാബ്ലിഷ്മെന്റോട് കൂടി ഫ്രഞ്ച് ആർമി എന്ത് ചെയ്യാൻ തുടങ്ങി, ഫ്രഞ്ച് ആർമിയിലുള്ള ആൾക്കാർ വന്നിട്ട് ഐഡിയാസ് ഓഫ് നാഷണലിസം, അതായത് ഫ്രഞ്ച് എന്ന് പറയുന്ന നാടിന്റെ നാഷണലിസം തോട്ട്, ആ ഐഡിയാസ് ഓഫ് നാഷണലിസം വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള കൺട്രീസ് ആയിട്ടുള്ള ഹോളണ്ട്, അതോടൊപ്പം തന്നെ ബെൽജിയം, അതോടൊപ്പം തന്നെ സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, അത് അങ്ങനെയുള്ള അടുത്തടുത്തുള്ള നാട്ടിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അതായത് ആ നാഷണലിസം എന്ന് പറയുന്നത്, അതായത് അവരുടെ ആ ഒരു നേഷനോടുള്ള ആ ഒരു ലവ് ആൻഡ് കെയർ അത് എല്ലാ പീപ്പിളിലേക്ക് എത്തിക്കാനായിട്ട് മാക്സിമം ആര് ട്രൈ ചെയ്തു, ഫ്രഞ്ച് ആർമിയിലുള്ള ആൾക്കാർ ട്രൈ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറ്റലിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സമയത്ത് തന്നെയാണ് എന്ത് ചെയ്ത് ഒരുപാടധികം റെവല്യൂഷണറി വാറ് സ്പ്രെഡ് ആവാനായിട്ട് തുടങ്ങി. അപ്പൊ ഈ ഒരു റെവല്യൂഷണറി വാർ സ്പ്രെഡ് ആവാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ, ഔട്ട് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ ഫ്രഞ്ച് ആർമി ഈ ഒരു പ്ലേസിലൊന്നും നിൽക്കാതെ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, കുറച്ചും കൂടെ ഔട്ട് ഓഫ് ദി സ്റ്റേറ്റിൽ കൂടെ പോയിട്ട് കുറച്ചും കൂടെ എബ്രോഡിൽ പോയിട്ട് ഐഡിയ ഓഫ് ദി നേഷൻസ് സ്പ്രെഡ് ആവാൻ തുടങ്ങി. വേറെ ഒന്നും അല്ല, നമ്മൾ ഐഡിയ ഓഫ് ദി നേഷൻ എന്ന് പറയുന്ന പാർട്ടില്, അപ്പൊ ബേസിക്കലി ഐഡിയ ഓഫ് ദി നേഷൻ എന്ന് പറയുന്നത് വേറൊന്നും അല്ല, നമ്മളുടെ ആ ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന റെവല്യൂഷണറീസിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഫ്രാൻസിൽ, അത് യൂറോപ്പിലെ പീപ്പിളിനെ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഫ്രാൻസിൽ ഒരുപാട് നടക്കുമായിരുന്നു, അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ ആ ഒരു ഫ്രാൻസിൽ നടന്ന ഇവന്റ്സ് കാരണം, ഈ ഇവന്റ്സ് ഫ്രാൻസിൽ മാത്രമല്ല, ഫ്രാൻസിന് തൊട്ടടുത്തുള്ള പല സിറ്റീസിലുള്ള ആൾക്കാരും അറിയാൻ തുടങ്ങി. അപ്പൊ പയ്യെ അവർ അറിയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മിഡിൽ ക്ലാസ്സിലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ജക്കോബിൻ ക്ലബിലേക്ക് മാറാൻ തുടങ്ങി. അപ്പൊ പയ്യെ ജക്കോബിൻ ക്ലബ് എന്ത് ചെയ്യാൻ തുടങ്ങി, എമർജ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ജക്കോബിൻ ക്ലബിന്റെ എമർജൻസിയോട് കൂടി ഫ്രഞ്ച് ആർമി എന്ത് ചെയ്യാൻ തുടങ്ങി, ഐഡിയ ഓഫ് ദ നാഷണലിസം ബാക്കിയുള്ള സിറ്റീസും കൂടെ സ്പ്രെഡ് ചെയ്യാനായിട്ട് അവര് പോവാൻ തുടങ്ങിയിട്ടുണ്ട്. ഹോളണ്ട്, ബെൽജിയം, സ്വിറ്റ്സർലൻഡ്, ഇറ്റലി പോലുള്ള സ്ഥലങ്ങളിലേക്ക് അവർ പോവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
അപ്പൊ ആ ഒരു സമയത്താണ് റവല്യൂഷണറി വാറിന്റെ ഔട്ട് ബ്രേക്ക് ഉണ്ടായത്. അപ്പൊ അതുകൂടി വന്നപ്പോഴത്തേക്കും അവർ കുറച്ചും കൂടെ അബ്രോഡ് ആയിട്ടുള്ള സ്പേസിൽ പോയിട്ട് ഈ ഐഡിയ ഓഫ് ദ നേഷൻസ് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചു. അത്ര ഉണ്ടല്ലോ ആ ഒരു നാഷണലിസം ഐഡിയാസ് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് മാക്സിമം ആര് ശ്രമിച്ചു? ഫ്രഞ്ച് ആർമി ശ്രമിച്ചു. അതാണ് എന്തിൽ പറയുന്നത്? ഐഡിയ ഓഫ് ദി നേഷൻ എന്ന് പറയുന്ന സംഭവത്തിൽ പറയുന്നുണ്ടാവും. ഈ ഒരു സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് നെപ്പോളിയന്റെ എൻട്രി വന്നത്. സോ ഹൂ ഇസ് നെപ്പോളിയൻ? നിങ്ങൾ ക്ലാസ് 9th ഒരുപാട് നെപ്പോളിയനെ പറ്റി കേട്ടിട്ടുണ്ടാവും. പക്ഷെ ആരാ നെപ്പോളിയൻ, എന്താ നെപ്പോളിയൻ എന്നതിനെ പറ്റിയൊരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. സോ നെപ്പോളിയൻ, അപ്പൊ ബേസിക്കലി നെപ്പോളിയൻ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, അദ്ദേഹം ഒരു മിലിറ്ററി ലീഡർ ആയിരുന്നു. അപ്പൊ ആരായിരുന്നു നെപ്പോളിയൻ? നെപ്പോളിയൻ ഒരു മിലിറ്ററി ലീഡർ ആയിരുന്നു. അപ്പൊ മിലിറ്ററി ലീഡർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ കഴിഞ്ഞ സമയത്ത് ഫ്രാൻസിന്റെ അകത്ത് ഒരുപാടധികം പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി വരാൻ തുടങ്ങി. അപ്പൊ എന്തായാലും ഫ്രഞ്ച് റവല്യൂഷൻ കഴിഞ്ഞ സമയത്ത് ഫ്രാൻസിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? അവിടെ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, അവിടെ ഒരു സ്റ്റെബിലിറ്റി അവിടെ ഉണ്ടായിരുന്നില്ല. ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി വന്ന സമയത്താണ് ആരുടെ എൻട്രി? നെപ്പോളിയന്റെ എൻട്രി. അപ്പൊ നെപ്പോളിയൻ എന്ത് ചെയ്തു? അവിടെ ഇരിക്കുന്ന ഡെമോക്രസീനെ ഡിസ്ട്രോയ് ചെയ്തു. ഓക്കെ, ഡെമോക്രസി ആര് ഡിസ്ട്രോയ് ചെയ്തു? ഡിസ്ട്രോയ് ഡെമോക്രസി ഇൻ ഫ്രാൻസ്. അതായത് അവിടെ ഉണ്ടായിരുന്ന ഡെമോക്രസി ഇൻ ഫ്രാൻസിനെ പയ്യെ ഡിസ്ട്രോയ് ചെയ്തിട്ട് ഈ നെപ്പോളിയൻ എന്ത് ചെയ്തു? നെപ്പോളിയന്റെ കുറച്ചധികം റെവല്യൂഷണറി പ്രിൻസിപ്പിൾസ് ആര് കൊണ്ടുവന്നു? നെപ്പോളിയന്റെ പ്രിൻസിപ്പിൾസ് അവിടെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് തുടങ്ങി. മനസ്സിലായല്ലോ? അപ്പൊ ആ റെവല്യൂഷണറി പ്രിൻസിപ്പിൾസ് ഓഫ് ദി നെപ്പോളിയൻ എക്സ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് പയ്യെ എന്ത് ചെയ്യാൻ തുടങ്ങി? ദ ഹോൾ സിസ്റ്റം ഓഫ് ദി ഫ്രാൻസ് കുറച്ചും കൂടെ റാഷണലും എഫിഷ്യന്റും ആവാൻ തുടങ്ങി. എന്തെങ്കിലും പിടി കിട്ടിയായിരുന്നോ? വേറൊന്നുമല്ല, അതായത് നമ്മുടെ ആ ഒരു ഫ്രഞ്ച് ഐഡിയ ഓഫ് ദി നേഷൻസ് ഒക്കെ നടക്കുന്ന സമയത്തായിരുന്നു ആരുടെ എൻട്രി? നെപ്പോളിയന്റെ എൻട്രി. നെപ്പോളിയൻ ആരായിരുന്നു? ഒരു മിലിറ്ററി ലീഡർ ആയിരുന്നു. അപ്പൊ നെപ്പോളിയൻ ആ ഒരു ഫ്രാൻസിലേക്ക് വരുന്ന സമയത്ത് ദർ വാസ് എ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഇൻ ദ ഫ്രാൻസിന്റെ കാര്യങ്ങളൊക്കെ നേരെ ചുവപ്പ് നടക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ആരുടെ എൻട്രി? നെപ്പോളിയന്റെ എൻട്രി. നെപ്പോളിയൻ പയ്യെ എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന ഫ്രാൻസിന്റെ ഡെമോക്രസിനെ പയ്യെ ഡിസ്ട്രോയ് ചെയ്തിട്ട് അവിടെ ആര് കൊണ്ടുവന്നു? നെപ്പോളിയനെ തന്നെ റവല്യൂഷണറി പ്രിൻസിപ്പിൾസ് എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. നെപ്പോളിയൻ തന്നെ തുടങ്ങി അവിടെ പയ്യെ ഒരു മൊണാർക്കി എക്സ്റ്റാബ്ലിഷ് ചെയ്ത് നെപ്പോളിയൻ പയ്യെ ഫ്രാൻസിന്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ തുടങ്ങി. അപ്പൊ നെപ്പോളിയന്റെ മൊണാർക്കിയുടെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. നെപ്പോളിയൻ രാജാവ് പോലെ മീൻസ് നെപ്പോളിയൻ ആണ്. പിന്നെ ഫ്രാൻസിക്ക് ആര് അണ്ടർ ദി കൺട്രോൾ ആയി? നമ്മുടെ നെപ്പോളിയൻ അണ്ടർ ദി കൺട്രോൾ ആയി. അപ്പൊ നെപ്പോളിയന്റെ റവല്യൂഷണറി പ്രിൻസിപ്പിൾസ് പയ്യെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഫ്രാൻസിന്റെ ഹോൾ സിസ്റ്റം എന്താണെങ്കിൽ പയ്യെ റാഷണൽ, അതായത് ആ ഒരു ഇൻസ്റ്റെബിലിറ്റീസ് ഒക്കെ മാറ്റി നമ്മുടെ നെപ്പോളിയന്റെ റവല്യൂഷണറി പ്രിൻസിപ്പിൾസ് കാരണം ഫ്രാൻസ് കുറച്ചും കൂടെ റാഷണലും എഫിഷ്യന്റും ആവാൻ തുടങ്ങി. ഇത്രയും ഓക്കെ അല്ലേ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? നമ്മളുടെ നെപ്പോളിയൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു റവല്യൂഷണറി പ്രിൻസിപ്പിൾസ് ആണ് എന്തെന്ന് പറയുന്നത്? സിവിൽ കോഡ് ഓഫ് 1804, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? നെപ്പോളിയനിക് കോഡ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നെപ്പോളിയൻ കൊണ്ടുവന്നിട്ടുള്ള റവല്യൂഷണറി പ്രിൻസിപ്പിൾ ആണ് എന്ത്? സിവിൽ കോഡ് ഓഫ് 1804. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സിവിൽ കോഡ് ഓഫ് 1804 എന്ന് നോക്കാൻ പോകുന്നത്. സോ ബേസിക്കലി സിവിൽ കോഡ് ഓഫ് 1804 എന്ന് പറയുമ്പോഴത്തേക്കും ഈ എക്സ്റ്റാബ്ലിഷ്ഡ് ഇക്വാളിറ്റി ആയിരുന്നു. അപ്പൊ എക്സ്റ്റാബ്ലിഷ് ഇക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ആക്ച്വലി പ്രിവിലേജസ് ഓഫ് എന്തുണ്ടായിരുന്നു? ബേസ്ഡ് അപ്പോൺ ബർത്ത് ഉണ്ടായിരുന്നു. അതായത് ഫോർ എക്സാമ്പിൾ പ്രിവിലേജ് ബേസ്ഡ് ഓൺ ബർത്ത് ഉണ്ടായിരുന്നു. അത് ആരെടുത്ത് കളഞ്ഞു? നെപ്പോളിയൻ എടുത്ത് കളഞ്ഞു. അതായത് ഫോർ എക്സാമ്പിൾ ക്ലർജി ജനിക്കുന്ന ആൾക്ക് ക്ലർജിക്കാരുടെയൊക്കെ പ്രിവിലേജ് ആൾക്ക് കിട്ടും. പെസന്റായിട്ട് ജനിക്കുന്ന കുട്ടിക്ക് എന്തായിരിക്കും? ആ ഒരു കഷ്ടപ്പെടിച്ച ജീവിതമായിരിക്കും ആ പെസന്റിലെ കുട്ടിക്കും കിട്ടുന്നുണ്ടാണ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? ആ പ്രിവിലേജ് ബൈ ബർത്ത് അത് എടുത്ത് കളഞ്ഞിട്ട് എല്ലാ ആൾക്കാർക്കും എന്ത് കൊടുത്തു? ഇക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇക്വാളിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആർക്ക് പറ്റി? നെപ്പോളിയന് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത്രയും മനസ്സിലായല്ലോ? ആൻഡ് സെക്കൻഡ് ആ സിവിൽ കോഡിന്റെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും സെക്യൂർഡ് റൈറ്റ് ഓഫ് പ്രോപ്പർട്ടി.
സെക്യൂർ ദി റൈറ്റ് ഓഫ് പ്രോപ്പർട്ടി. സെക്യൂർ ദി റൈറ്റ്സ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ട് ഫ്രാൻസിന്റെ സംഭവം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുവാ, പൈസ ഉള്ള മീൻസ് ഇന്ന ആൾക്കാർക്ക് മാത്രമേ ഫ്രാൻസിലെ സ്ഥലങ്ങൾ വാങ്ങാവൂ എന്നൊരു നിബന്ധന ഉണ്ടായിരുന്നു. പക്ഷെ നെപ്പോളിയൻ വന്നപ്പോ എന്തായാലും അതൊക്കെ എടുത്ത് മാറ്റിട്ട് ആരുടെ കയ്യിൽ പൈസ ഉണ്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ഥലം വാങ്ങാം. അപ്പൊ ആ ഒരു റൈറ്റ് ഓഫ് പ്രോപ്പർട്ടി എന്ത് ചെയ്യാൻ തുടങ്ങി, നമുക്ക് നെപ്പോളിയൻ കുറച്ചും കൂടെ സെക്യൂർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് തേർഡ് പോയിന്റ് ഓഫ് സിവിൽ കോഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേഷൻ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്തു. അപ്പൊ എന്തായിരുന്നു, സിംപ്ലിഫൈഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ. അതായത് നമ്മളുടെ ഫ്രാൻസിൽ ആക്ച്വലി നേരത്തെ എന്തുണ്ടായിരുന്നു, ഫ്യൂഡൽ സിസ്റ്റം ഉണ്ടായിരുന്നു. ആ ഒരു ഫ്യൂഡൽ സിസ്റ്റം ആര് അബോളിഷ് ചെയ്തു, നെപ്പോളിയൻ അബോളിഷ് ചെയ്തു. നെപ്പോളിയൻ അബോളിഷ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കുറച്ച് സിംപ്ലിഫൈ. എന്താണ് ഫ്യൂഡൽ സിസ്റ്റം, ഈ ലാൻഡ് ലോഡ് സിസ്റ്റം ഉണ്ടാകുന്നത്. ലാൻഡ് ലോഡ് എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ലാൻഡ് ലോഡ് അണ്ടറിലെ ലാൻഡ്സ് ഒക്കെ ആർക്ക് കൊടുക്കുന്നുണ്ടാവും, പെസൻസിന് കൊടുക്കുന്നുണ്ടാവും. പെസൻസ് എന്ത് ചെയ്യണം, അവിടെ മൊത്തം കൃഷി ചെയ്തിട്ട് അവരെന്ത് ചെയ്യണം, വർഷ അവസാനം ആകുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടിയ ഇൻകം അല്ലെങ്കിൽ ഈൽഡ് ആർക്ക് കുറച്ച് ഭാഗം ആർക്ക് കൊടുക്കണം, ഈ ലാൻഡ് ലോഡിന് കൊടുക്കണം. ഇപ്പൊ ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ അവർക്ക് ആ ഒരു കൃഷി എന്ന് പറയുന്ന നാശം ആണെങ്കിൽ പോലും എന്ത് ചെയ്യണം, ആർക്ക് പൈസ കൊടുക്കണം, ലാൻഡ് ലോഡ് കൊടുക്കണം, പോരാത്തിന് ടാക്സ് കൊടുക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പെസൻസിന് കുറെ കഷ്ടപ്പാടാണ്. അതാണ് ഈ ഒരു ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറയുന്നുണ്ടാണ്. ഈ ഫ്യൂഡൽ സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഈ ഒരു നെപ്പോളിയൻ അബോളിഷ് ചെയ്തിട്ട് അവിടെ എന്തുകൊണ്ട് നമ്മൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്തു. ആര്, നെപ്പോളിയൻ. അത് കഴിഞ്ഞ അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ട്രാൻസ്പോർട്ടേഷനും അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വാസ് ഇംപ്രൂവ്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വാസ് ഇംപ്രൂവ്ഡ്. അതായത് കുറച്ചും കൂടെ നമ്മുടെ ഫ്രാൻസിൽ ഉണ്ടായ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസും ആര് ഇംപ്രൂവ് ചെയ്തു, നെപ്പോളിയൻ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് അബൌട്ട് ദി ഗിൽഡ് റെസ്ട്രിക്ഷൻസ് വെർ റിമൂവ്ഡ്. ഗിൽഡ്സ് റെസ്ട്രിക്ഷൻ വെർ റിമൂവ്ഡ്. എന്താണ് ഈ ഗിൽഡ് റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നുണ്ടാവുന്നത്? ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ബിസിനസ് വരുമ്പോഴത്തേക്കും ഈ ബിസിനസിന്റെ അകത്ത് ഭയങ്കര എക്സ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ കാണുമായിരിക്കും. ഈ പേഴ്സൺ എന്ത് ചെയ്യത്തില്ല, ഈ പുതുതായിട്ട് വരുന്ന കുഞ്ഞു കുഞ്ഞു ബിസിനസിന്റെ ആൾക്കാർ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അവരെന്തെങ്കിലുമൊക്കെ ഒരു എട്ടിന്റെ പണി കൊടുക്കാറുണ്ട്. അപ്പൊ അതേപോലെ ഏതെങ്കിലും ഒരു ഫീൽഡ് വരുമ്പോഴത്തേക്കും അവിടെ ഒരു പുതിയ ആൾക്കാരുടെ എൻട്രി, ഓൾറെഡി എക്സ്റ്റാബ്ലിഷ് ആയ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടാകും. അതാണ് ഒരു ഗിൽഡ് സിസ്റ്റം. ഒരു ഗുണ്ടായിസം പോലൊരു സാധനമായിരിക്കും. ആ ഒരു ഗിൽഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ആര് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, നെപ്പോളിയൻ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ അടുത്ത എന്തായിരുന്നു, ഒരു കോമൺ നാഷണൽ കറൻസി. ഒരു കോമൺ നാഷണൽ കറൻസി. എന്റെ ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലാവുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കണം, ബിക്കോസ് ഭയങ്കര സ്പീഡിൽ എന്റെ എഴുതി എത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ വായിച്ചിട്ട് ടെക്സ്റ്റ് ബുക്ക് നോക്കി എന്ത് ചെയ്താൽ മതിയാവും, റിട്ടേൺ നോട്ട്സ് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് റിട്ടേൺ നോട്ട്സ് മനസ്സിലാവും. കൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. നോട്ട്സ് ചിലപ്പോൾ മിക്കവാറും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നുണ്ടാവാം. ഓക്കെ, അപ്പൊ നാഷണൽ കറൻസി അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഫെസിലിറ്റേറ്റ് മൂവ്മെന്റ് ആൻഡ് എക്സ്ചേഞ്ച്. അപ്പൊ എന്തായിരുന്നു, ആ ഒരു എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സിനൊക്കെ വേണ്ടിയിട്ട് അവരൊരു നാഷണൽ കറൻസി, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സിന് വേണ്ടിയിട്ട് ഒരു നാഷണൽ കറൻസി അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്, എന്താണ്, സ്റ്റാൻഡേർഡൈസ്ഡ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്. അത് ഫ്രഞ്ച് റവല്യൂഷന്റെ ഭാഗമായി നടന്ന കാര്യമായിരുന്നു. വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് എന്ത്, സിവിൽ കോഡിൽ അണ്ടറിൽ വരുന്ന കാര്യം. അപ്പൊ സിവിൽ കോഡ് ഓഫ് 1804 എന്തൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന, ഒന്നാമത്തെ കാര്യം അവിടെ ഇക്വാളിറ്റി എക്സ്റ്റാബ്ലിഷ് ചെയ്തു. അതായത് അവിടെ പ്രിവിലേജസ് ബേസ്ഡ് അപ്പോൺ ദി ബർത്ത് ഉണ്ടായിരുന്നു, അതിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും ഇൻ ഫ്രണ്ട് ഓഫ് ലോ എന്തായിരുന്നു, എല്ലാ ആൾക്കാരും ഒരുപോലെ ആണെന്നുള്ള കാര്യം ആര് പറഞ്ഞു, സിവിൽ കോഡിൽ വരുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ എന്തായിരുന്നു, സെക്യൂർ ദി റൈറ്റ് ഓഫ് പ്രോപ്പർട്ടി. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ഥലം വാങ്ങാം എന്നൊരു സെറ്റപ്പിലോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് തേർഡ് പോയിന്റ് എന്തായിരുന്നു, സിംപ്ലിഫൈഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ. അതായത് അവിടെ ഉണ്ടായിരുന്ന
ഫ്യൂഡൽ സിസ്റ്റം അവിടെ അബോളിഷ് ചെയ്തിട്ട് എന്ത് ചെയ്തു, അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഗിൽഡ് റെസ്ട്രിക്ഷൻസ് അവിടെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കോമൺ നാഷണൽ കറൻസി എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡേർഡൈസ്ഡ് വെയ്റ്റ്സ് ആൻഡ് മെഷർ. അപ്പൊ ഇതൊക്കെയാണ് എന്ത് സിവിൽ കോഡ് ഓഫ് 1804 വരുന്നുണ്ടാവാം. അപ്പൊ നമ്മൾ മനസ്സിലായി നമ്മുടെ എന്താ നെപ്പോളിയൻ പയ്യെ ഫ്രാൻസിൽ വന്നു, അദ്ദേഹത്തിന്റെ റെവല്യൂഷണറി പ്രിൻസിപ്പിൾസ് വന്നു, അദ്ദേഹം സിവിൽ കോഡ് കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ആക്ച്വലി നെപ്പോളിയൻ കൊള്ളാലോ നമുക്ക് തോന്നും. പക്ഷെ അല്ല, അവിടുത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും എന്തായിരുന്നു, ഒരു മിക്സഡ് ആയിട്ടുള്ള ഫീലിംഗ് ആയിരുന്നു നെപ്പോളിയനെ പറ്റി ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട് മിക്സഡ് ഫീലിംഗ്? ബിക്കോസ് ആദ്യം എന്ന് പറയുമ്പോഴത്തേക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഫ്രഞ്ച് ആർമിയിൽ ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് അവിടെയുള്ള സാധാരണ പീപ്പിൾസ് അവരെ ഹാർബിഞ്ചേഴ്സ് ഓഫ് ലിബർട്ടി എന്നാണ് കണ്ടിരുന്നത്. സോ വാട്ട്സ് ദ മീനിങ് ഓഫ് ഹാർബിഞ്ചേഴ്സ് ഓഫ് ലിബർട്ടി? അതായത് അവരെ കാണുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലൊരു സ്വാതന്ത്ര്യം വരാൻ പോവാണ്, നാട്ടിൽ നല്ല നല്ല കാര്യങ്ങൾ വരാൻ പോവാണ് എന്ന് നല്ലതിന്റെ പ്രതീകമായിട്ടാണ് ആൾക്കാർ ആരെ കാണാൻ തുടങ്ങിയത്, ഫ്രഞ്ച് ആർമിക്കാരെ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പയ്യെ ആയ സമയത്ത് ഈ നെപ്പോളിയന്റെ മീൻസ് എപ്പോഴും അങ്ങനെയാണല്ലോ, ആൾക്കാരുടെ നെപ്പോളിയന്റെ ഇതും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ അതിനെ പയ്യെ ടേൺ ഇൻടു ഹോസ്റ്റിലിറ്റി. അതായത് കുറെ അധികം കാര്യങ്ങൾ നെപ്പോളിയൻ കൊണ്ടുവന്നു, അത് ആർക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങിയില്ല. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ ഫ്രീഡം. അതായത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് എന്തുണ്ടായിരുന്നില്ല, ഒരു പൊളിറ്റിക്കൽ ഫ്രീഡം. ആദ്യം കൊടുത്ത ഫ്രീഡം നമുക്ക് എന്താണ്, റൈറ്റ് ഇക്വാളിറ്റി, ആ ഫ്രീഡം നമുക്ക് പയ്യെ ഒരു പൊളിറ്റിക്കൽ ഫ്രീഡം അവിടെ ഉണ്ടായിരുന്നു. ബിക്കോസ് നെപ്പോളിയൻ പറയുന്ന പോലെ കേട്ട് കഴിഞ്ഞാൽ കൊള്ളാം എന്നൊരു സാധനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ കാര്യം ടാക്സേഷൻ പയ്യെ ഇൻക്രീസ് ടാക്സേഷൻ. ടാക്സ് ഭയങ്കര മീൻസ് ആൾക്കാർക്ക് ടാക്സ് കൊടുക്കുന്നത് മീൻസ് അവിടെ ഫ്യൂഡലിസം നമുക്ക് അബോർഷൻ ചെയ്ത് പയ്യെ കൊണ്ടുവന്നെങ്കിൽ പോലും നെപ്പോളിയൻ കൊടുക്കുന്ന ടാക്സ് പയ്യെ കൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫോഴ്സ് കൺസ്ക്രിപ്ഷൻസ് ഇൻ ഫ്രഞ്ച് ആർമി. ആൾക്കാർ മീൻസ് ഫ്രഞ്ച് ആർമിയിലോട്ട് വരാനായിട്ട് ആൾക്കാരെ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങി. മീൻസ് നിങ്ങൾ ഇത്ര പ്രായമുള്ള ആൾക്കാർ ഇങ്ങനെ ഫ്രഞ്ച് ആർമി വരണം, അങ്ങനെ ഒരു ഫ്രഞ്ച് ആർമി ചേരാനായിട്ട് കുറച്ചധികം ഫോഴ്സിങ് അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് പോയിന്റ് ഇസ് സെൻസർഷിപ്പ്. സോ സെൻസർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി നിങ്ങൾ ഈ ഒരു വാക്ക് ഏറ്റവും കേട്ടിട്ടുണ്ടാവുക ഫിലിംസിലൊക്കെ ആയിരിക്കും. അത് ഫിലിം നമുക്ക് ഇറങ്ങുന്ന മുമ്പ് എന്തെങ്കിലും സെൻസർ ബോർഡിൽ പോകുന്നുണ്ടാവും, അവർ നോക്കിക്കേട്ട് ഇന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് മീൻസ് റൈറ്റ്സ് ഓഫ് എക്സ്പ്രഷൻ ഓഫ് ആർട്ട് അല്ലെങ്കിൽ റൈറ്റ്സ് ഓഫ് എക്സ്പ്രഷൻ ആണ്. അതിനെ നമുക്ക് അത് ഡിനൈ ചെയ്യുന്നതാണ് എന്ത് സെൻസർഷിപ്പ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നെപ്പോളിയനെതിരെ ആരെങ്കിലും പറയുന്നത് നെപ്പോളിയൻ ഇഷ്ടപ്പെടൂല, അപ്പൊ നെപ്പോളിയൻ വിചാരിക്കുന്നത് പോലെ പറയാവൂ, നെപ്പോളിയൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആ ഒരു സെൻസർഷിപ്പ്, ഇന്ന കാര്യങ്ങൾ പറയാൻ പാടില്ല, അങ്ങനെ സാധനങ്ങൾ വരാൻ തുടങ്ങി. അപ്പൊ എന്തായിരുന്നു, ഒരു പൊളിറ്റിക്കൽ ഫ്രീഡം അവിടെ കുറയാൻ തുടങ്ങി, ടാക്സേഷൻ പയ്യെ കൂടാൻ തുടങ്ങി, ഒരു ഫ്രഞ്ച് ആർമിയിലോട്ടുള്ള ഫോഴ്സ് കൺസ്ട്രക്ഷൻസ് വരാൻ തുടങ്ങി, സെൻസർഷിപ്സ് വരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തില്ല, ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയില്ല. അപ്പൊ അങ്ങനെ ആൾക്കാർക്ക് മീൻസ് നെപ്പോളിയന് അവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ഫിഗർ ഉണ്ട്, നെപ്പോളിയൻ ഒരു പോസ്റ്റ്മാനെ പോലെ വന്നിട്ട് നെപ്പോളിയന്റെ കയ്യിൽ നിന്ന് കുറെ പോസ്റ്റ് കാർഡൊക്കെ പോകുന്ന പോലെ ഉണ്ട്. ബേസിക്കലി ആ പോകുന്ന പോസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ബേസിക്കലി ടെറിട്ടറീസ് ആണ്. നെപ്പോളിയൻ ആദ്യം വന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കുറെ ടെറിട്ടറീസുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പയ്യെ ആയപ്പോഴത്തേക്കും അയാൾ ചില കാര്യങ്ങൾ ആൾക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോഴത്തേക്കും അയാൾ തന്നെ പിടിച്ചു കഴിഞ്ഞ ടെറിട്ടറീസ് ഒക്കെ പയ്യെ പോവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നാഷണലിസം ആൻഡ് യൂറോപ്പിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ബേസിക്കലി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു, നമ്മൾ ആദ്യം പഠിച്ചത് അബൌട്ട് ദി ഐഡിയാസ് ഓഫ് നാഷണലിസം ആയിരുന്നു. അതായത് റെവല്യൂഷണറീസിന്റെ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു, ജക്കോബിൻ ക്ലബിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് പറഞ്ഞു, പിന്നെ ഫ്രഞ്ച് ആർമി ആ ഒരു ഐഡിയ ഓഫ് നാഷണലിസം സ്പ്രെഡ് ചെയ്യാനായിട്ട് എടുത്ത എഫേർട്സിനെ പറ്റി പറഞ്ഞു. നമുക്ക് നെപ്പോളിയന്റെ എൻട്രിയെ പറ്റി പറഞ്ഞു. നെപ്പോളിയൻ ബേസിക്കലി ഒരു മിലിറ്ററി ലീഡർ ആയിരുന്നു. പിന്നെ പയ്യെ എന്തെന്ന് തുടങ്ങി, നമ്മുടെ ഫ്രണ്ട്സിൽ ഉണ്ടായിരുന്ന ഇൻസ്റ്റെബിലിറ്റി ഓഫ് ദ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി അയാൾ ഏറ്റെടുത്തിട്ട് എന്തെന്ന് തുടങ്ങി, ആ ഡെമോക്രസി ഡിസ്ട്രോയ് ചെയ്തിട്ട് നെപ്പോളിയനായിട്ട് റെവല്യൂഷണറി പ്രിൻസിപ്പിൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് സിവിൽ കോഡ് വരാൻ തുടങ്ങി. സിവിൽ കോഡിനെ പറ്റിയുള്ള പോയിന്റ്സ് പഠിച്ചു. അങ്ങനെ സിവിൽ കോഡ് നല്ലതാണ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ നെപ്പോളിയൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വന്നതൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടില്ല, അവിടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല.
അപ്പൊ അങ്ങനെ നെപ്പോളിയൻ കഷ്ടപ്പെട്ട് പൊക്കിക്കൊണ്ടുപോകാൻ ടെറിട്ടറീസ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, നെപ്പോളിയന്റെ കയ്യിൽ നിന്ന് തന്നെ പോവാൻ തുടങ്ങി. ഇത്രയും കൺസെപ്റ്റ് മനസ്സിലായാലോ? നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അപ്പോൾ നാഷണലിസം എന്ന യൂറോപ്പാണ്. സോ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കൂടുതൽ എല്ലാ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാനോട് മറക്കരുത്. ഇപ്പോൾ നല്ല നല്ല ക്ലാസ്സിനായിട്ട് ആൽഫ ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.